രാമനവമിക്ക് ഭഗവാന് നേദിക്കുന്ന നേദ്യങ്ങളിൽ പ്രധാനമാണ് പാനകവും സംഭാരവും പരിപ്പ് നേദ്യവും. രാമനവമിയെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ ഇവയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട പാനകം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നല്ല ശുദ്ധജലത്തിൽ ശർക്കര നന്നായി അലിയിച്ചെടുത്ത് അത് അരിച്ചെടുത്ത് വെക്കുക. അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീരും അല്പം കുരുമുളക് പൊടിയും ഏലക്ക നന്നായി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ച് ചേർക്കുക. അതിലേക്ക് 2-3 തുളസിയിലയും ചേർത്താൽ പാനകം റെഡിയാണ്. അത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി നല്ലൊരു പാത്രത്തിലാക്കി ഭഗവാന് നേദിക്കാനായിട്ട് വയ്ക്കാം. അടുത്തത് പരിപ്പ് നേദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ. ചെറുപരിപ്പ് ഒരു 2 മണിക്കൂർ നന്നായി കുതിർത്ത് വാരി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവ് കുറഞ്ഞ പച്ചമുളക് വേണം ഇടാൻ. എരിവ് കുറഞ്ഞ പച്ചമുളക് നന്നായി അരിഞ്ഞ് ചേർക്കുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞ് അതൊഴിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് അത് ഭഗവാന് നേദിക്കാനായിട്ട് വയ്ക്കാം. സംഭാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ സംഭാരവും പാനകവും പരിപ്പ് നേദ്യവുമാണ് നമ്മൾ ഭഗവാന് പ്രധാനമായി നേദിക്കുന്നത്. നമ്മളിവിടെ ഭഗവാന് നേദിക്കാനുള്ള പാനകവും സംഭാരവും പരിപ്പ് നേദ്യവും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ദീപം കൊളുത്തി രാമനാമം ജപിച്ച് ഭഗവാന് നമുക്കിത് നേദിക്കാം.